കർത്താവെ, പിന്നെയും അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. നിന്റെ വചനത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. നിന്റെ വചനം വിശ്വസിക്കുവാൻ അടിയങ്ങളുടെ ദുർബല മനസ്സുകളെ അവിടുന്ന് ശക്തീകരിക്കണമേ. നിന്റെ വചനം പൂർണ്ണമായി വിശ്വസിച്ച് പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ ആദ്യന്തം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം അനുഭവിപ്പാൻ അടിയനും കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപോലെ സഹായിക്കണമേ. എല്ലാ മഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയായിട്ട് ആന്റിക്രൈസ്റ്റ് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കിടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ പഠനങ്ങളിലൊക്കെ നമ്മളെ നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നത് അല്ല വിശ്വസിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ വ്യാപാരത്തിലൂടെയാണ്. 5 സെൻസസ്. ഈ 5 സെൻസസിന്റെ കൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പലപ്പോഴും നമ്മൾ വിശ്വസിക്കാറുള്ളൂ. മറ്റുള്ളതൊന്നും സംഭവിക്കുന്നതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. എന്നാൽ നമുക്കറിയാം, നമ്മൾ കാണുന്ന ഈ ലോകത്തിന് സമാന്തരമായി ഒരാശയ പ്രപഞ്ചമുണ്ട്. ആ ആശയപ്രപഞ്ചം അത് അൺസീൻ റിയാലിറ്റിയാണ്. വാസ്തവത്തിൽ സീൻ റിയാലിറ്റിയെക്കാളും ശാശ്വതമായി അൺചേഞ്ചിങ് ആയി നിൽക്കുന്നതാണ് അൺസീൻ റിയാലിറ്റി. ഏറ്റവും വലിയ അൺസീൻ റിയാലിറ്റി എന്ന് പറയുന്നത് ദൈവമാണ്. നെവർ ചേഞ്ച്, ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ ഈ അൺസീൻ റിയാലിറ്റിയെ കാണുവാൻ തയ്യാറാവണം. അരിസ്റ്റോട്ടിൽ തുടങ്ങിയിട്ടുള്ള ഗ്രീക്ക് ചിന്തകന്മാർ, പ്രത്യേകിച്ച് അരിസ്റ്റോൾ പറഞ്ഞിട്ട്, there is an unseen reality parallel to this real world. ഈ നാം കാണുന്ന ലോകത്തിന് സമാന്തരമായി, പാരലലായി മറ്റൊരു അൺസീൻ റിയാലിറ്റി ഉണ്ട്. ആ അൺസീൻ റിയാലിറ്റിയുടെ രൂപീകരണമാണ് സീൻ റിയാലിറ്റിയിൽ നാം കാണുന്നത്. ഒരു തടിക്കുള്ളിൽ ഒരു കസേരയുണ്ട് എന്ന് നമുക്ക് ആർക്കും മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ തടിക്കുള്ളിൽ ഒരു ഒരു ശില്പമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ അതിന്റെ ക്രിയേറ്റർക്ക്, ഒരു ആശാരിക്ക് അത് മനസ്സിലാക്കും, ഒരു ശില്പിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നു. there is a art, there is a form, a shape inside this wood എന്നുള്ള, ഈ തടിക്കുള്ളിൽ ഒരു രൂപമുണ്ട് എന്ന്. ആ രൂപം കടഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ ആ രൂപത്തെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. സോ ക്രിയേറ്റർ കാണുന്ന അൺസീൻ റിയാലിറ്റി. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ കണ്ണുകൾ അതിനു വേണ്ടിയുള്ളതാണ്. ടു സീ ദ അൺസീൻ റിയാലിറ്റി. നമുക്ക് കാണാൻ കഴിയാത്ത യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാൻ, നമ്മുടെ സമാന്തര ലോകത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സവിശേഷതയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദീസ് 5 സെൻസസ്. ഈ 5 സെൻസിൽ അടിസ്ഥാനപ്പെട്ടതല്ല, അതിനപ്പുറമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്ന്. അതുകൊണ്ട് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും നമുക്കും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈ ആന്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം, ആ പേരിൽ
ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഒരു അപ്പോസ്തലൻ മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചൊക്കെ വിശദമായി ആദ്യമായി പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പോലും ആന്റി ക്രൈസ്റ്റ് എന്ന ഒരു പ്രയോഗം നടത്തിയിട്ടില്ല. ആന്റി ക്രൈസ്റ്റ് എന്ന പേര് ഉപയോഗിച്ചിട്ടുള്ളത് യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമാണ്. യോഹന്നാൻ അപ്പോസ്തലന്റെ ഒന്നാം ലേഖനത്തിൽ 2-ാം അധ്യായം 18-ാം വാക്യം 22-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, യോഹന്നാന്റെ 2-ാം ലേഖനം 7-ാമത്തെ വാക്യം, ഈ 3-4 ഭാഗങ്ങളിൽ മാത്രമേ അന്തിക്രിസ്തു എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് കാണുവാൻ പറ്റുള്ളൂ. എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്. നമ്മൾ പലപ്പോഴും ആന്റി ക്രൈസ്റ്റ് എന്നുള്ളതിനെ അന്തിക്രിസ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അന്തിക്രിസ്തു എന്നല്ലല്ലോ അതിന്റെ വിവർത്തനം. ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. അങ്ങനെ എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസ്താവന, ഈ 3-4 പ്രസ്താവനകൾ മാത്രമേ എതിർ ക്രിസ്തു എന്നുള്ള പേര് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. മറ്റ് എവിടെയും അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പോലും പറയുന്നത് അധർമ്മമൂർത്തി എന്നാണ്. നാശയോഗ്യനായവൻ, സൺ ഓഫ് പെർഡിഷൻ എന്ന അർത്ഥത്തിലാണ് അപ്പോസ്തലനായ പൗലോസും ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എതിർ ക്രിസ്തുക്കൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അന്നും ഇന്നും ഒക്കെ എതിർ ക്രിസ്തുക്കൾ എപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ, ഈ വിശ്വാസ ജീവിതത്തിന്റെ മധ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ എൻഡ് ടൈമിൽ, അവസാന കാലഘട്ടത്തിൽ അതൊരു മൂർത്തിയായി തീരും എന്ന് വേണം വിശ്വസിക്കാൻ. അതാണല്ലോ അപ്പോസ്തലനായ പൗലോസും അധർമ്മമൂർത്തി എന്ന് പറയുവാൻ കാരണം. അധർമ്മമൂർത്തിയായവൻ ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടതാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നു. അപ്പൊ അധർമ്മമൂർത്തി എന്ന് പറയുന്ന ഒരുവൻ പ്രത്യക്ഷപ്പെടും എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇതെപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് കാലത്തിന്റെ ഗതിയിൽ, പ്രത്യേകിച്ച് വേദശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത് 3-ാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ ലോകം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക്, നിരാശയിലേക്കും പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയിലേക്കും വന്ന് പതിക്കുന്ന നിമിഷങ്ങളിൽ ഒരു ഭരണാധികാരി രംഗത്ത് വരും എന്നാണ് പറയുന്നത്. ആ ഭരണാധികാരി ചിലർ പറയുന്നു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വരുന്ന ഒരു ഭരണാധികാരിയാകാൻ സാധ്യതയുണ്ട്, റോമൻ എംപയറിൽ നിന്ന് ആകാനാണ് സാധ്യതയെന്നാണ് പറയുന്നത്. എന്നാൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെ പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. 8-ാം അധ്യായം 16-ാം വാക്യം നാം വായിക്കുമ്പോൾ, എന്നാൽ ഭീതി അവന്റെ കുതിരകളുടെ ചിറാലിപ്പ് ദാനിൽ നിന്ന് കേൾക്കുന്നു, അവന്റെ ആൺകുതിരകളുടെ ഗർജനം കൊണ്ട് ദേശമൊക്കെയും വിറയ്ക്കുന്നു, അവ വന്ന് ദേശത്തെയും അതിലുള്ള സകലത്തെയും നഗരത്തെയും അതിൽ വസിക്കുന്നവരെയും വിഴുങ്ങിക്കളയും. ഇത് ദാനിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് പറയും. ദാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, യാക്കോബിന്റെ മകനാണ് ദാൻ. ഗോത്ര പിതാവാകേണ്ട ഒരാളാണ് ദാൻ. പക്ഷേ ദാനിനെ കുറിച്ച് നാം തിരുവേദനത്തിൽ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഈ ദാൻ അവസാനം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വലിയൊരു വിഭാഗത്തെ നമ്മൾ അവിടെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഭൂമിയില് അവിടെ പറയുന്നു, മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ ആയിരുന്നു. മുദ്രയേൽക്കുന്നവരെ കുറിച്ച് അവിടെ പറയുന്ന ആ പ്രയോഗം,
144,000 പേരാണ് മുദ്രയേറ്റത് എന്ന് പറയുന്നു. ആ മുദ്രയേറ്റ ഇസ്രായേൽ മക്കൾ, അത് ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണ് ഈ മുദ്രയേറ്റവർ. അതിലെല്ലാ ഗോത്രങ്ങളുടെയും പേരവിടെ പറയുന്നുണ്ട്. യഹൂദാ ഗോത്രത്തിൽ തുടങ്ങിയാണ്. യഹൂദാ ഗോത്രം, രൂബേൻ ഗോത്രം, ഗാദ് ഗോത്രം, ആശേർ ഗോത്രം, നഫ്താലി ഗോത്രം, മനശ്ശെ ഗോത്രം, ശിമയോൻ ഗോത്രം, ലേവി, ഇസാഖാർ, സെബൂലൂൻ, യോസഫ്, ബെന്യാമിൻ. ഇങ്ങനെ 12 ഗോത്രങ്ങളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ദാൻ എന്ന് പറയുന്ന യാക്കോബിന്റെ പുത്രനെ കുറിച്ച്, ഒരു ഗോത്രം എന്ന സങ്കല്പത്തിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ദാൻ അവിടെ ഒഴിവാക്കപ്പെട്ടു. ദാനിന് പകരം അവിടെ ജോസഫിന്റെ മകനായ മനശ്ശെയാണ് ഗോത്രപിതാവായിട്ട് വരുന്നത്. അപ്പോൾ 12 ഗോത്രങ്ങളിൽ ഒഴിവാക്കപ്പെടുന്ന ഒരാളായിട്ട് ദാൻ തീരുകയാണ്. മുദ്രയേൽക്കാത്തവനായി ദാനാണുള്ളത്. അപ്പോ ആ ദാനിൽ നിന്നാണ് ആന്റിക്രൈസ്റ്റ്, അതാണല്ലോ യിരെമ്യാ പ്രവാചകന്റെ, അവന്റെ ചിറാലിപ്പ്, അവൻ ഉഗ്രവേഗത്തോട് വന്ന എല്ലാത്തിനെയും വിഴുങ്ങിക്കളയുമെന്ന് പറയുന്ന ആ പ്രയോഗം. യിരെമ്യാ പ്രവാചകന്റെ ആ പ്രവചനം ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ അതുകൊണ്ട് ദാന് പദവി നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദാൻ ആ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ സാന്ദർഭികമായി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ദാനിനെ കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഒരു പാരമ്പര്യമുണ്ട്. വേദപുസ്തകത്തിലുള്ളതാണെന്ന് നിങ്ങൾ ആരും ധരിച്ചു കളയരുത്. ഇത് ഒരു പാരമ്പര്യമാണ്, ട്രഡീഷനാണ്. ധാരാളം ട്രഡീഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ലോകത്ത്. അത്തരം ഒരു ട്രഡീഷൻ യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു ട്രഡീഷനാണ് ഈ ദാൻ എന്ന് പറയുന്ന ഈ ഗോത്ര പിതാവ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, യാക്കോബിന്റെ ഈ പുത്രൻ. ഈ ദാനിന്റെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ, ഹൂഷീം എന്നാണ് അവന്റെ പേര്. ദാനിന് ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏശാവ് എന്ന് പറയുന്ന യാക്കോബിന്റെ അർദ്ധ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ എന്ന് വേണമെങ്കിലും പറയാം, അർദ്ധ സഹോദരനായ ഏശാവിനെ, എന്റെ കഥയൊന്നും നമ്മൾ വേദപുസ്തകത്തിൽ അവിടുന്ന് അവൻ സെയീർ മലയിലേക്ക് പോയി താമസിക്കുന്നതിനോടുകൂടി പിന്നെ കഥകളൊന്നുമില്ല. പിന്നെ ആ കൂടെ കിട്ടുന്ന ഒരു കഥ, യാക്കോബ് ഹാരാനിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവനെ സ്വീകരിക്കുവാൻ പോകുന്ന ഏശാവിനെ നാം കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതോടുകൂടി ഏശാവ് കഥയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ് വേദപുസ്തക ചരിത്രത്തിൽ നിന്ന്. ഈ ഏശാവിന്റെ അവസാനം എങ്ങനെയാണെന്നൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഒരു ട്രഡീഷൻ ഉള്ളത്, ഈ ദാനിന്റെ പുത്രൻ ഹൂഷീം, ഏകപുത്രനായ ഹൂഷീമാണ് ഏശാവിനെ കൊന്നത് എന്നാണ്. അത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു കഥയാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. അതിൽ ദാൻ ഏതായാലും ഗോത്ര പദവിയിൽ നിന്ന്, പിതാവിന്റെ പദവിയിൽ നിന്ന് മാറ്റപ്പെട്ടത് കൊണ്ട് ആയിരിക്കാം ഇങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടായത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ദാനിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഏതായാലും ലോകം അസ്വസ്ഥമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ നയപ്രഖ്യാപനങ്ങളുമായി ഞാൻ സമാധാനവും സംതൃപ്തിയും നടപ്പാക്കാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി വരികയാണ്. അതാണ് ആന്റി ക്രൈസ്റ്റ് അഥവാ എതിർ ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടുന്ന കഥാപാത്രം എന്ന് പറയുന്നു. തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ അവിടെ 2:3 നമ്മൾ അവിടെ വായിക്കുമ്പോൾ അധർമ്മമൂർത്തി എന്ന് പറയുന്ന ഒരു പ്രവചന ഒരു പ്രത്യക്ഷതയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ 2 തെസ്സലോനിക്കർ 2:3-4 വാക്യങ്ങളിൽ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവം എന്നോ പൂജാ വിഷയം എന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അതാണ് ഈ ആന്റി ക്രൈസ്റ്റ്
എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോസ്തലൻ പൗലോസ് ആന്റി ക്രൈസ്റ്റ് എന്ന പ്രയോഗം അവിടെ നടത്തുന്നില്ല എങ്കിൽ പോലും ദാറ്റ് ഈസ് ദ റിയൽ സയൻസ് ഓഫ് ദ ആന്റി ക്രൈസ്റ്റ്. യഥാർത്ഥത്തിൽ അതാണ് ആന്റി ക്രൈസ്റ്റിന്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനല്ല എന്ന് പറയുന്നവനൊക്കെയും എതിർ ക്രിസ്തുവാണ് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ചില പരിമിതികളിലേക്ക് യോഹന്നാൻ പറയുമ്പോൾ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു അവൻ എന്തൊക്കെയാണ്? അവൻ നാശയോഗ്യനാണ്, അവൻ അധർമ്മമൂർത്തിയാണ്, പിന്നെന്താണ്? അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ചു. പിന്നെ ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തി. അതാണ് വാസ്തവത്തിൽ ആന്റി ക്രൈസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോ ഈ മാൻ ഓഫ് സിൻ, അധർമ്മത്തിന്റെ ഒരു പ്രതിപുരുഷൻ എന്ന നിലയിലാണ് അവിടെ നമുക്ക് ആന്റി ക്രൈസ്റ്റിനെ കാണാൻ കഴിയുന്നത്. ദ സൺ ഓഫ് പെർഡീഷൻ, നാശയോഗ്യൻ. പിന്നെ അങ്ങനെ ഓരോന്ന് ഈ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള പ്രയോഗങ്ങൾ, വിശേഷതകളൊക്കെ പറയുന്നുണ്ട്. ഹി ഈസ് ടു ബി റിവീൽഡ്, അവൻ വെളിപ്പെടുവാനുള്ളവനാണ്. ഹി വിൽ ബി ദ ഒപ്പോസർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രതിയോഗിയായിട്ടാണ് ഈ ആന്റി ക്രൈസ്റ്റ് വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ വാക്യത്തിലൊക്കെ അത് കാണുന്നുണ്ട്. ഹി വിൽ ബി ദ ഒപ്പോസർ ഓഫ് ഗോഡ്, ഹി വിൽ എക്സാൾട്ട് ഹിംസെൽഫ് അബോവ് ഗോഡ്, ദൈവത്തിന് മേലെയാണ് എന്ന് അതും ഈ വാക്യത്തിൽ കാണുന്നു. നടിക്കുന്നവനാണ്. വിൽ അക്സെപ്റ്റ് ആസ് ഗോഡ്, വർഷിപ്പ് ആസ് ഗോഡ്, ആരാധനയെ ദൈവം എന്ന പോലെ സ്വീകരിക്കുന്നവനാണ് എന്നും ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, ഭാവിയിലെ ജൂയിഷ് ടെമ്പിളിൽ വന്നിരുന്ന് ആരാധന സ്വീകരിക്കുന്ന ദൈവമാണ് എന്നും നമുക്ക് കാണാൻ കഴിയും. അവിടെയും ഈ 2-4 വാക്യത്തിൽ അതും കാണുന്നുണ്ടല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്ര. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട്, സിറ്റിംഗ് ഇൻ ദ ടെമ്പിൾ, സ്റ്റേയിങ് ബാക്ക് ഇൻ ദ ടെമ്പിൾ, അവൻ ദൈവമാണ് എന്ന് നടിച്ച് ദൈവത്തിന്റെ ആരാധന, ദൈവത്തെ ആരാധിക്കുന്ന പോലെ ആരാധന സ്വീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോ ചില കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ച പലരും, പ്രത്യേകിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞ അമേരിക്കയിലെ എനിക്ക് പരിചയമുള്ള മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞത്, കൃപായുഗം കഴിഞ്ഞു, ചർച്ച് ഏജ് കഴിഞ്ഞു, ഇപ്പോൾ നാം ആരാധിക്കുന്നത് ദേവാലയങ്ങളിൽ ദൈവത്തെ അല്ല, യേശുവിനെ അല്ല, അവിടെ ഈ ആന്റി ക്രൈസ്റ്റിന്റെ ബിംബത്തെയാണ് നാം ആരാധിക്കുന്നത്, അവനെയാണ് ആരാധിക്കുന്നതെന്ന് പറയാൻ കാര്യം. ഇസ്രായേലിന്റെ ദൈവത്തെ യഹൂദന്മാരുടെ അടുത്ത ദേവാലയത്തിൽ, പണിയുന്ന ദേവാലയത്തിൽ വന്നിരുന്ന ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇപ്പോ ചർച്ചേജ് കഴിഞ്ഞെങ്കിൽ സംഭവിക്കുന്നത് ഈ ദേവാലയത്തിനുള്ളിലൊക്കെ ആന്റി ക്രൈസ്റ്റ് ആണ്, ആന്റി ക്രൈസ്റ്റിനെയാണ് നമ്മൾ അറിയാതെ ആരാധിക്കുന്നത് എന്നാണ്. ഏതായാലും ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ദൈവമെന്ന് നടിച്ച് ദൈവത്തിന്റെ ആരാധനകൾ സ്വീകരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്, ഒരു പ്രതിഭാസമായിട്ടാണ് ആന്റി ക്രൈസ്റ്റിനെ അവിടെ പറയുന്നത്. ഹി വിൽ ക്ലെയിം ടു ബി ഗോഡ്, ഞാൻ ദൈവമാണ് എന്ന് ആന്റി ക്രൈസ്റ്റ് അവകാശപ്പെടുന്നു. അതുകൊണ്ട് ഈ ആന്റി ക്രൈസ്റ്റിനെ റിവീൽ ചെയ്യുവാൻ, വെളിപ്പെടുവാൻ ഒരു അവസരമുണ്ടെന്ന് ഓർക്കണം. നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. വാസ്തവത്തിൽ ദൈവമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന, എന്നാൽ ആന്റി ക്രൈസ്റ്റ് ഒരു ഡിസീവറാണ്, ഒരു വഞ്ചകനാണ്, കബളിപ്പിക്കൽക്കാരനാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അത് 2 തെസ്സലോനിയൻസ് 2:9-10 വാക്യങ്ങളിൽ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം
വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും എന്നാണ്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത എങ്ങനെയായിരിക്കും? അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും കൂടെ ആയിരിക്കും. വ്യാജമായ പ്രവൃത്തികളായിരിക്കും അവൻ്റെതാണ് എന്നവിടെ പറയുന്നത്. അപ്പോൾ വ്യാജമായ പ്രവൃത്തികളോടുകൂടിയ അപ്പോസ്തലൻ പൗലോസ് ആന്റിക്രൈസ്റ്റ് എന്ന് പറയാതാണെങ്കിൽ പോലും ഈ അധർമ്മമൂർത്തി എന്ന പേരിൽ ഉള്ള പ്രത്യേകതയെക്കുറിച്ചെല്ലാം അവിടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 2-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കണം. 12-ാം വാക്യം വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ അവിടെ അധർമ്മമൂർത്തിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതെല്ലാം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആന്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമുക്കുണ്ട്. ഈ ആന്റിക്രൈസ്റ്റിന്റെ വാഴ്ച എന്ന് പറയുന്നത് 7 വർഷമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 7 വർഷമാണ് ആന്റിക്രൈസ്റ്റിന്റെ ഈ ഭൂമിയിലെ വാഴ്ച. ദാനിയേലിന്റെ പ്രവചനം ഒക്കെ അത് പറയുന്നുണ്ട്. ആന്റിക്രൈസ്റ്റിന്റെ വാഴ്ചയെക്കുറിച്ചുള്ള 7 വർഷത്തെക്കുറിച്ചുള്ള മഹോപദ്രവ കാലം എന്നാണ് ആ കാലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ദ ട്രിബുലേഷൻ, ദ പീരിയഡ് ഓഫ് ട്രിബുലേഷൻ, മഹോപദ്രവ കാലമാണ്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമുക്ക് ഈ ഒരു പ്രവചനം കാണുവാൻ കഴിയും. 7 വർഷം അതിന്റെ 2ആയിട്ട് ഭാഗിക്കുമ്പോൾ ആദ്യത്തെ 3.5 വർഷം, 7 വർഷം എന്ന് പറയുന്നത് എത്ര മാസമാണ്? 84 മാസമാണ്. ആ 84ന്റെ പകുതി 42 മാസം, 30 ഡേയ്സ് ചേർന്നുള്ള 42 മാസം. അതാണ് 1260 ദിവസത്തെ കുറിച്ചുള്ള ഒരു കണക്ക് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്. 1260 ദിവസം എന്ന് പറയുന്നത് 42 മാസമാണ്. അതായത് 7 വർഷത്തിന്റെ പകുതിയാണ്. ആ കാലഘട്ടത്തിൽ വളരെ സമാധാനപൂർവമായിട്ടുള്ള ഒരു ഭരണം ഈ ആന്റിക്രൈസ്റ്റ്, എതിർക്രിസ്തു ഈ ഭൂമിയിൽ നടത്തുമെന്നും അതിനുശേഷമുള്ള 7 മാസമാണ്, അതിനുശേഷമുള്ള 42 മാസമാണ് ഭീകരമായിട്ടുള്ള പീഡനങ്ങൾ നടക്കുന്നത് എന്നുമാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ ഈ 84 മാസമാണ് ആന്റിക്രൈസ്റ്റ് ഭൂമിയിൽ വാഴുക. 84 മാസം. ആ 84 മാസത്തെ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് പീരിയഡ് ഓഫ് ട്രിബുലേഷൻ എന്നാണ്, മഹോപദ്രവ കാലം എന്നാണ് പറയുന്നത്. ആ മഹോപദ്രവ കാലത്ത് എന്തെല്ലാം അനുഭവങ്ങളാണ്? വേദപുസ്തകത്തിന്റെ വിവിധ പുസ്തകങ്ങളിലൂടെ നാം പരിശോധിക്കുമ്പോൾ ഇത് ക്രോധത്തിന്റെ ഒരു കാലമായിട്ടാണ്. സെഫന്യാവിന്റെ പുസ്തകം, ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണല്ലോ സെഫന്യാവ്. 1:15-18 വാക്യങ്ങളിൽ ഇതൊരു ക്രോധത്തിന്റെ റാത്താണ് ഈ മഹോപദ്രവ കാലത്ത് സംഭവിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇത് ന്യായവിധിയുടെ കാലമാണ് എന്ന് പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 20-21 വാക്യങ്ങൾ, യെശയ്യാവ് 26-ന്റെ 20-21 വാക്യങ്ങൾ, ഇത് അകൃത്യത്തിന്റെ, ഇൻഡിഗ്നേഷന്റെ ഒരു കാലമാണ് എന്ന് പറയുന്നുണ്ട്. റെവലേഷൻ 30-10 ഇത് ട്രയൽ, പരീക്ഷയുടെ കാലഘട്ടമാണ് എന്ന് പറയുന്നുണ്ട്. യിരെമ്യാവ് 30-7 ഇത് കഷ്ടകാലം ആണെന്ന് ഈ പീരിയഡ് ഓഫ് ട്രിബുലേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യോവേൽ പ്രവചനത്തിൽ, അതും ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണല്ലോ, 1:15 ഡിസ്ട്രക്ഷന്റെ കാലമാണ്, നാശത്തിന്റെ കാലമാണ് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നു. ആമോസിന്റെ പ്രവചനത്തിലും 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഡാർക്ക്നെസ്സിന്റെ, അന്ധകാരത്തിന്റെ കാലമാണ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഒത്തിരി വിശേഷങ്ങളുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ ശൂന്യതയുടെ, ഡെസലേഷൻ, നമ്മൾ മുമ്പേ ശ്രദ്ധിച്ചാണത്. യെശയ്യാ പ്രവാചകൻ 24-ന്റെ 1 മുതൽ 4 വരെയുള്ള
കീഴ്മേൽ മറിക്കുന്ന കാലമാണ് അത്. ഓവർ ടേണിംഗ് പീരീഡാണ്. സകലത്തെയും കീഴ്മേൽ മറിക്കുന്ന ഇതൊക്കെ ഈ കാലഘട്ടമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി തോന്നാറുണ്ട്. കീഴ്മേൽ മറിക്കുന്ന കാലമാണ്. പിന്നെ യെശയ്യാവ് 24 20-21 വാക്യങ്ങളിൽ പണിഷ്മെന്റിന്റെ ശിക്ഷാവിധിയുടെ കാലമാണ്. ചുരുക്കത്തിൽ മാനവ ചരിത്രത്തിലെ ഏറ്റവും വെക്സേഷൻ, ഏറ്റവും അസഹ്യമായ, ഏറ്റവും ഓർഗനൈസിങ് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ കഴിയുന്ന, നമ്മളെ ഏറ്റവും അധികം വ്യാകുലപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണകാലത്തെ കുറിച്ച് കാണുന്നത്. ഹിസ് റെയിൻ വിൽ ബി ഗ്ലോബൽ. ഭൂലോകം മുഴുവനുള്ള ഒരു ഭരണമാണ് ആന്റി ക്രൈസ്റ്റിന്റെ ഭരണം. ഭൂമിയെ നശിപ്പിക്കുവാൻ എന്ന പോലെ വന്ന ഒരുത്തൻ എന്ന നിലയിലാണ് ആന്റി ക്രൈസ്റ്റിനെ നാം കാണുന്നത്. ദ ഡേ ഓഫ് ദ ലോർഡ്, ദ റാത്ത് ഓഫ് ദ ലാം ഒക്കെ നമ്മൾ വായിക്കും. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ ഒരു ആന്റി ക്രൈസ്റ്റിനെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണ്? ടു കൺക്ലൂഡ് ദ പീരിയഡ് ഓഫ് ജെന്റൈൽസ്. അത് നമ്മൾ പഠിച്ചു വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. ജാതികളുടെ കാലത്തിനൊരു കൺക്ലൂഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ആന്റി ക്രൈസ്റ്റിനെ കൊണ്ടുവന്നത്. ആ വിശ്വാസ സമൂഹത്തെ, യഹൂദ സമൂഹത്തെ, യഹൂദന്മാരെയാണല്ലോ ഇവിടെ പ്രധാനമായിട്ട്. നമ്മൾ ഈ ജാതികളൊക്കെ പുറത്തു നിൽക്കുന്നവരാണെന്ന് ഓർക്കണം. പ്രവചനങ്ങളെല്ലാം യഹൂദന്മാരോടുള്ളതാണ്. നമ്മൾ കൃപയാൽ കർത്താവിന്റെ രാജ്യത്തിന് അവകാശികളായി തീരുന്നവർ മാത്രമാണ്. പക്ഷേ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ മുഴുവൻ, the whole prophecy is for the Jews, യഹൂദന്മാർക്ക് വേണ്ടിയുള്ളത്. അവരിലൂടെയാണ് നമുക്ക് ഈ പാഠങ്ങളൊക്കെ ലഭിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഒരു കൺക്ലൂഷൻ ആവശ്യമായിരുന്നു ഈ ജാതികളുടെ കാലഘട്ടത്തിന്. നമുക്കറിയാം, ബാബിലോണിയ പ്രവാസത്തിന്റെ കാലം മുതൽ യെരുശലേം ദേവാലയം തകർക്കുന്ന കാലം മുതൽ ആരംഭിക്കുന്നതാണ് ദ പീരിയഡ് ഓഫ് ജെന്റൈൽസ്. അത് വന്ന് അവസാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൺക്ലൂഷന് വേണ്ടിയുള്ള ഒന്നാണ് എന്ന് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കി കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് വായിക്കട്ടെ. 21 അധ്യായത്തിന്റെ 24 വാക്യം. ലൂക്കോസ് 21:24. അവിടെ പറയുന്നു, അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധന്മാരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. ജാതികളുടെ കാലം തികയോളം യെരുശലേം ദേവാലയത്തെ ചവിട്ടിക്കളയുന്നു. അതോടുകൂടി ജാതികളുടെ കാലം അവസാനിക്കും. എന്താ ജാതികളുടെ കാലം അവസാനിക്കുന്നത്? എവിടെയാണ്? അതാണ് നമ്മൾ നേരത്തെ കണ്ട റാപ്ചർ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ. റാപ്ചറിലൂടെ കൃപായുഗം അവസാനിക്കും. കൃപായുഗം അവസാനിക്കും. അതിനുശേഷം ആരംഭിക്കുന്നതാണല്ലോ ഈ കൃപായുഗം അവസാനിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ ട്രിബുലേഷൻ, മഹോപദ്രവകാലം ആരംഭിക്കുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ കാര്യത്തിലുണ്ട്. ചില വേദപുസ്തക വ്യാഖ്യാതാക്കൾ പറയുന്നത് മഹോപദ്രവ കാലത്തിന് ശേഷമാണ് റാപ്ചർ ഉണ്ടാവുന്നത് എന്നാണ്. എന്നാൽ രണ്ട് തരത്തിലുള്ള, പിന്നീട് പറയാം, മഹോപദ്രവ കാലത്തിന് ശേഷമാണ് റാപ്ചർ ഉണ്ടാകുന്നത് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു റാപ്ചർ ഉണ്ട്. പക്ഷേ റാപ്ചർ മഹോപദ്രവ കാലത്തിന് മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് വേണം നമുക്ക് വിശ്വസിക്കുവാൻ. കാരണം അല്ലെങ്കിൽ പിന്നെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒരു യാഥാർത്ഥ്യമല്ലാത്ത ഒരു വാക്യമായിട്ട് മാറും. അവിടെ പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും.
ഭൂമിയിലെമ്പാടും വരാൻ പോകുന്ന പരീക്ഷാകാലം, ദാറ്റ് ഈസ് ദ പീരീഡ് ഓഫ് ട്രിബുലേഷൻ, മഹോപദ്രവകാലം. അതിൽ നിന്ന് ഫിലദൽഫിയ സഭയിലെ വിശ്വാസികളോട് പറയുന്ന ദൂതാണ്, അതിൽ നിന്ന് നിന്നെ കാക്കും, നിന്നെ കാക്കും. നമുക്കറിയാമല്ലോ, ഈ സഭകളോടുള്ള ദൂതുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള ദൂതുകളാണ്, അല്ലാതെ ഒരു സഭയ്ക്ക് വേണ്ടി മാത്രമുള്ള ദൂതാണ്. അതുകൊണ്ടാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ, എനിവൺ ഹു ഹാവ് ഹിയേഴ്സ് ഹിയർ എന്ന് പറയുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയാൻ കാര്യം അതാണ്. അപ്പൊ എനിവൺ, ആർക്കു വേണ്ടിയുമുള്ളതാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ ദൂതുകളെല്ലാം. ഈ 7 സഭകൾക്കുള്ള ദൂതുകളും എല്ലാവർക്കും വേണ്ടിയാണ്. അവിടെ ഫിലദൽഫിയ സഭയോട് പറയുന്ന ഈ ദൂത് അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയാണ്. വിശ്വാസികളായിട്ടുള്ളവരെ നീ വിശ്വസ്തനായതുകൊണ്ട് നിന്നെ ആ വലിയ കഷ്ടതയിൽ നിന്നും ഞാൻ മാറ്റിയിരിക്കും, നീ അത് അനുഭവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ദൂത് അവിടെ പരീക്ഷ ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. സോ the rapture will happen just before the period of tribulation. അല്ലെങ്കിൽ ഈ വിശുദ്ധന്മാർ മുഴുവൻ, ഈ കൃപായുഗത്തിൽ ജീവിച്ച വിശുദ്ധന്മാർ മുഴുവൻ ഈ പീഡനം അനുഭവിക്കേണ്ടി വരും. അവരെ ആ പീഡനത്തിൽ നിന്നും കർത്താവ് രക്ഷപ്പെടുത്തുന്നതാണ്, വലിച്ചെടുക്കുന്നതാണ് റാപ്ചർ എന്ന് പറയുന്ന ആ പ്രത്യേകമായിട്ടുള്ള അനുഭവം. അതുകൊണ്ട് ഈ കാലഘട്ടം, മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുന്നത് റാപ്ചറിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും ഭയങ്കരമായ ഒരു ജീവിത കാലഘട്ടമാണ് എന്ന് നമ്മൾ ഓർക്കുക. ഞാൻ അടുത്ത ഒരു ചിന്തയിലേക്ക് നിങ്ങളെ, അവിടെ പലർക്കും സംശയം ഉണ്ടാകുന്ന മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പലരും ആഗ്രഹിക്കുന്നതാണ് ഈ 666 എന്ന് പറയുന്ന 666 എന്ന് പറയുന്ന എംബ്ലത്തെ, സിംബലിനെ കുറിച്ചൊരു ഇതുണ്ട്, ദ ന്യൂ ഏജ് മൂവ്മെന്റ്. 666 എന്ന് പറയുന്നതിന് അവിടെ ധാരാളം കാര്യങ്ങൾ ഇന്ന് ലോകത്ത് ഈ ആന്റി ക്രൈസ്റ്റിന്റെ അടയാളമായിട്ട്, ഈ മഹോപദ്രവകാലത്ത് ജീവിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് 666. നമ്മൾ ഇപ്പോഴേ എങ്ങനെ നമ്മുടെ ശരീരത്തിലൊക്കെ 666 വന്ന് പതിച്ചോ എന്ന് സംശയിക്കുന്നവരാണ്. നീ ഒരു വിശ്വാസിയാണെങ്കിൽ യു വിൽ ബി കോട്ട് അപ്പ് ബിഫോർ ഈ 666 വരുന്നതിന് മുമ്പേ നിങ്ങൾ എടുക്കപ്പെടും. അതുകൊണ്ട് 666 കുറിച്ച് വിശ്വാസ സമൂഹം ഒന്നും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അത് മഹോപദ്രവകാലത്ത് ജീവിക്കുന്ന, ആന്റി ക്രൈസ്റ്റിന്റെ ഭരണകാലത്ത് ജീവിക്കുന്നവർക്ക് മാത്രം ഉണ്ടാകുന്ന ക്രയവിക്രയങ്ങളിൽ ഈ നമ്പർ ഉണ്ടാവണം എന്നൊരു നിർബന്ധമായി വരുന്നത് അങ്ങനെയാണ്. ദ ബീസ്റ്റിന്റെ, അതാണല്ലോ തിരുവചനം പറയുന്നത്. ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ വേൾഡ് വൈഡ് ഡിക്റ്റേറ്റർ ഉണ്ടാകും, ഒരു ആന്റി ക്രൈസ്റ്റ്, അതൊരു ബീസ്റ്റ്. ആന്റി ക്രൈസ്റ്റിന്റെ സംഖ്യയാണ് ബീസ്റ്റ് എന്ന് റെവലേഷൻ 13-ന്റെ 16 മുതൽ 17-18 വാക്യങ്ങളിലും നമുക്കിത് പ്രയോഗം കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് ഒത്തിരി പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞങ്ങ് ഇടുകയാണത്. ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത്, ഡബ്ല്യുവിന്റെ ന്യൂമറിക്കൽ വാല്യൂ 6. ഇപ്പം WWW ഇന്ന് വേണമെങ്കിൽ പറയാം, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന, നമ്മൾ പറയുന്ന ഈ WW വെബില്ലേ, വേൾഡ് വൈഡ് വെബ്, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ വാസ്തവത്തിൽ ഡബ്ല്യുവിന്റെ 6 ആണെങ്കിൽ വേൾഡ് വൈഡ് വെബ് 3W ആകുമ്പോൾ 666. അപ്പൊ ഇന്നേ 666 ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു അധർമ്മമൂർത്തി ഭൂമുഖത്ത് ഉണ്ടാവുമെന്നും ആ അധർമ്മമൂർത്തിയുടെ ഭരണം നടക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാസികൾ, കൃപായുഗത്തിൽ ജീവിച്ചിരുന്ന വിശ്വാസികൾ ഇവിടെ ഉണ്ടാവില്ലെന്നും അവർക്ക് ഈ കഷ്ടതയുടെ അനുഭവം ഉണ്ടാവില്ലെന്നും അവർ അതിനു മുമ്പേ എടുക്കപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ 7 വർഷം എന്ന് പറയുന്നത്, മഹോപദ്രവകാലം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ എടുക്കപ്പെട്ട വിശ്വാസികളുണ്ടല്ലോ, ഇവിടെ മരിച്ചുപോയ, പുനരുത്ഥാനം ചെയ്തവരും
രൂപാന്തരപ്പെട്ടവരും ആയി കർത്താവിനോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരായിട്ടുള്ള ആ വിശ്വാസികൾ. ഇവിടെ പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ആ എപ്പോഴും എന്നുള്ളത് പറയുന്നത് ഇറ്റേണൽ ആണ്. എന്നാൽ ഈ 7 വർഷം ഭൂമിയിൽ മഹോപദ്രവം സംഭവിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ. അതിനകത്ത് പല വ്യാഖ്യാനങ്ങള് മധ്യാകാശ വാഴ്ച എന്ന് പറയുന്ന ഒരു വാഴ്ചയുണ്ട്. അല്ല, സ്വർഗത്തിൽ തന്നെയാണ് കർത്താവിനോടുകൂടെ വസിക്കുന്നത് എന്ന് പറയുന്നു. ഏതായാലും ഇവിടെ പറയുന്നു എപ്പോഴും കർത്താവിനോടുകൂടെയാണ്. wherever it may be, we are always with Jesus our Lord, our Savior. അത് സ്വർഗത്തിലായാലും മധ്യാകാശത്തിലായാലും എവിടെയായാലും we will be with our Savior. നമ്മുടെ രക്ഷകനോടുകൂടെ ആയിരിക്കും എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ പ്രത്യാശ നൽകുന്ന ദൂത്. ആന്റിക്രൈസ്റ്റ് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ നിഷേധിക്കേണ്ട. ഇറ്റ് ഈസ് നോട്ട് അവർ കൺസേൺ. അതല്ല നമ്മുടെ വിഷയം. നമ്മൾ ഈ കാലഘട്ടത്തിൽ എവിടെയായിരിക്കും എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയം. ഈ ഭൂമിയിൽ അവശേഷിക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ യു വിൽ ബി അണ്ടർ ദ റൂൾ ഓഫ് ദിസ് ആന്റിക്രൈസ്റ്റ്. ഈ എതിർ ക്രിസ്തുവിന്റെ അധീനതയിൽ നാം ആകും. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നാം വിശ്വാസത്തോടും പ്രത്യാശയോടും മരിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി റിസൺ. നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ കർത്താവിനോടുകൂടെ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിനോടുകൂടെ വസിക്കും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഈ ആന്റിക്രൈസ്റ്റിന്റെ കീഴിൽ ജീവിക്കാൻ ഇപ്പോഴേ ഒരുക്കം ഉള്ളവരായിരിക്കണം. ആന്റിക്രൈസ്റ്റിന്റെ കാലഘട്ടത്തിലും മാനസാന്തരം ഉണ്ടാവും. അത് ഞാൻ അന്ന് ശ്രദ്ധിച്ചോളാം എന്ന് പറയരുത്. അന്നും മാനസാന്തരം ഉണ്ടാകും. അതാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗം വരുമ്പോഴേക്കും അവിടെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. മനോഹരമായ ഒരു ചിത്രമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ഈ ഗോത്രങ്ങളിൽ നിന്നെല്ലാം 12,000 പേര് വെച്ച് 144,000 പേർ, 144,000 വിശുദ്ധരാണ്. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, മുദ്രയേറ്റവരാണ്, ദൈവത്തിന്റെ മുദ്രയേറ്റവരാണ്. ആന്റിക്രൈസ്റ്റിന്റെ മുദ്രയല്ല, ദൈവത്തിന്റെ മുദ്രയേറ്റവർ. അവർ വെള്ളനിലയങ്കി ധരിച്ച് അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ആ 1,44,000 പേരെന്ന് പറയുന്നത് യഹൂദന്മാരാണ്, യഹൂദ വിശ്വാസികളാണ്. അവര് ഈ മഹോപദ്രവ കാലത്ത് മുദ്രയേറ്റു വന്നവരാണ്. അവരുടെ ഒരു സുവിശേഷ ഇവാഞ്ചലൈസേഷൻ ഉണ്ട്. ആ കാലഘട്ടത്തിൽ അവരുടെ സുവിശേഷത്തിലൂടെ രക്ഷപ്പെടുന്ന ഒരു വലിയ സമൂഹം. അവരാണ് കയ്യിൽ കുരുത്തോലയേന്തി എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം അപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു മാനസാന്തരം ആ കാലഘട്ടത്തിൽ ഉണ്ടാകും. അവരും റാപ്ചർ ചെയ്യപ്പെട്ട് കർത്താവിന്റെ ഓടുകൂടെ മില്ലേനിയം വാഴ്ചയിലേക്ക് വരും എന്നുള്ളതാണ് അടുത്ത മില്ലേനിയം വാഴ്ചയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയിൽ വരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ 2 തരം, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 2 തരം റാപ്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ റാപ്ചർ എന്ന് പറയുന്നതാണ് ചർച്ച് ഏജിലെ സെയിൻസിന്റെ റാപ്ചർ. രണ്ടാമത്തെ റാപ്ചർ എന്ന് പറയുന്നത് ട്രിബുലേഷൻ സെയിൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം, ട്രിബുലേഷൻ സെയിൻസ്. അപ്പൊ ആദ്യത്തെ സെയിൻസ് ട്രിബുലേഷന് മുമ്പേ കർത്താവിനോടുകൂടെ എടുക്കപ്പെട്ടു. എന്നാൽ രണ്ടാമത്തെ ഒരു റാപ്ചർ ഉള്ളത് ട്രിബുലേഷൻ സെയിൻസ് എന്ന് പറയുന്ന മഹോപദ്രവ കാലത്ത് മാനസാന്തരപ്പെടുന്ന രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടരും പിന്നീട് 1000 ആണ്ട് വാഴ്ചയിൽ വരുന്നവരാണ്.
1000 ആണ്ട് വാഴ്ച പറയുമ്പോൾ അതൊന്നുകൂടെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് ട്രിബുലേഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. 4-ാം അധ്യായം 4 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ട്രിബുലേഷനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളുണ്ട്. അത് പിന്നീട് വെളിപ്പാടിന്റെ ക്ലാസ്സുകൾ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വി ഷുഡ് നെവർ പ്രിപ്പയർ ഫോർ ദ ആന്റി ക്രൈസ്റ്റ് പീരിയഡ്. മഹോദര കാലത്തിന് വേണ്ടി നമ്മൾ ആരും ഒരുങ്ങരുത്. അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ അതിനു മുമ്പേ റാപ്ചർ ചെയ്യപ്പെടുന്ന കൃപായുഗത്തിന്റെ അവസാനത്തിൽ ഭാഗമായി മാറുവാൻ നമുക്ക് കഴിയണം. കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണം. അല്ല, മഹോദര കാലത്ത് ഞാൻ മാനസാന്തരപ്പെട്ടോളാം എന്ന് വിചാരിച്ച് പോകരുത്. വളരെ ഭയങ്കരമായിരിക്കും ആ അവസ്ഥ എന്നോർക്കണം. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടും, പീഡിപ്പിക്കപ്പെടും. അങ്ങനെ വിശുദ്ധരായി വന്നിട്ട് രക്ഷപ്പെട്ടോളാം എന്ന് വിചാരിക്കും. അതിനു മുമ്പ് ഒന്നാമത്തെ ഈ റാപ്ചറിൽ നാം പങ്കാളികളായി തീരുവാനുള്ള ഭാഗ്യകരമായ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.